ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് സീരീസിൽ അസിമഡിമെൻറ്റ് മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അസിമഡിമെൻറ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം മാർക്ക് ഒരു പ്രോബ്ലത്തോട് നമുക്കിത് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് മാർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെ ഇതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കമ്പാരിസനോടുകൂടി അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് കോളം മാർക്കിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. വീണ്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കണ്ടിന്യൂസ് സീരീസ് ആണ്, അതുകൊണ്ട് 0, 10 0 മുതൽ 10 വരെ മാർക്കുള്ളവർ 10, 20 കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. 20, 30, then 30, 40, 40 to 50, 50 to 60, 60 to 70. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ഫ്രീക്വൻസി 5, 12, 18, 25, 23, 10, 7. അപ്പോൾ സിഗ്മ എഫ് എന്ന് പറയുന്നത് ടോട്ടലാണ്. സിഗ്മയുടെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 100. ഇനി മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. മിഡ് പോയിന്റിനെ നമ്മളിവിടെ എം എന്ന് സൂചിപ്പിക്കാം. നമുക്ക് മിഡ് പോയിന്റ് ഈസ് ഡിനോട്ടഡ് ബൈ എം എന്ന നമ്പർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. എം എന്ന സംഖ്യ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. എം എന്ന അക്ഷരം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പം മിഡ് പോയിന്റ് കാണാൻ മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അപ്പോൾ 0 + 10 ഡിവൈഡ് ബൈ 2 5, 10 + 20 30 ഡിവൈഡഡ് ബൈ 2 15, then 20 + 30 50 ഡിവൈഡ് ബൈ 2 25. ഇവിടെ നിന്ന് 10 വീതം കൂട്ടി എടുത്താൽ മതി. 5, 10, 15, 15, 10, 25, 25 + 10 35, 45, 55, 65. ഇതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീവിയേഷൻ കാണണം. നേരത്തെ വ്യത്യസ്തമായിട്ട് നേരത്തെ നമ്മൾ സിഗ്മ എഫ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഏതാ? ഡയറക്റ്റ് മെത്തേഡിൽ. ഇനി അസിമഡിമെൻറ്റ് മെത്തേഡ് നമുക്ക് ഡീവിയേഷൻ കാണണം. D = x - a. ഈ എ എന്താണെന്ന് ഞാൻ ഡിസ്ക്രീറ്റ് സീരീസ് എടുത്തപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലൊരെണ്ണത്തിന് നമുക്ക് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. അതിനെ ഇഷ്ടമുള്ളത് എടുക്കാം, ഏത് വേണമെങ്കിലും. ഇതിലൊരെണ്ണത്തിന് നമുക്ക് അസ്യൂംഡ് മിഡ് പോയിന്റിലൊരെണ്ണത്തിന് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. ഫ്രീക്വൻസി അല്ല, മിഡ് പോയിന്റിൽ ഒന്നിനെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. ഫ്രീക്വൻസി അല്ല അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നത്, മിഡ് പോയിന്റിൽ ഒരെണ്ണത്തിനെയാണ് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നത്. മിഡ് പോയിന്റിൽ ഏത് വേണമെങ്കിലും അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. പക്ഷേ ഏറ്റവും ആദ്യത്തെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നതാണ് നമുക്ക് എളുപ്പം. ഇനി ഓരോ എക്സിൽ നിന്ന് എ കുറയ്ക്കുക. ഇത് നമുക്ക് അല്ലെങ്കിൽ എമ്മിൽ നിന്ന് M - a എന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ X - a. M - a എന്ന് നോട്ട് ചെയ്താലും മതി. M - എമ്മിൽ നിന്ന് എ, അതായത് മിഡ് പോയിന്റിൽ നിന്ന് അസ്യൂംഡ് മീൻ കുറയ്ക്കുക. അതായത് 5 - 5 0, 15 - 5 10, 20, 30. അതായത് ഈ ഓരോ എക്സിൽ നിന്ന് 25 നിന്ന് 5 മൈനസ് ചെയ്യുന്നു, 35 നിന്ന് 5 മൈനസ് ചെയ്യുന്നു, 45 നിന്ന് 5 മൈനസ് ചെയ്യുന്നു, 55 നിന്ന് 5 എ മൈനസ് ചെയ്യുന്നു. അതായത് എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ നമ്മൾ എടുത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 65 നിന്ന് ഏതെടുത്താലും ആൻസർ കറക്റ്റായിട്ട് കിട്ടുക. 65 നിന്ന് 5 മൈനസ് ചെയ്യുന്നു, 60 കിട്ടി. ഇനി സിഗ്മ എഫ് ഡി എടുക്കണം. അതായത് F × D, FD. ഇനി അടുത്ത സ്റ്റേജിൽ FD ആണ് എടുക്കേണ്ടത്. FD കാൽക്കുലേറ്റ് ചെയ്യാൻ F × D, അതായത് 5 × 0. ഇനി 12 × 10 120, then 360, 360, 750, 920, 500. അതായത് 10 × 50 500, then 420. അതായത് എഫും
ഈ ഡിയും കൂടി ഇൻറ്റു ചെയ്യുന്നു. ഡിയും എഫും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്, എഫ് ഡി എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ കാണുക. സിഗ്മ എഫ് ഡി കാണുക. സിഗ്മ എഫ് ഡി ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഡി ഈസ് ഈക്വൽ ടു 3070 3070. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ. ഇനി ഇതിൻ്റെ ടോട്ടൽ എത്ര വന്നു? 100 വന്നു. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് ഡി എത്ര? 3070. അപ്പോൾ എ എത്രയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്? എ അസ്യൂംഡ് മീൻ 5. അപ്പോൾ 5 പ്ലസ് സിഗ്മ എഫ് ഡി 3070 by 100, sigma f 100 is equal to 5 plus 30.70 is equal to 35.70. കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷമാണ് ഇത് കാണാൻ. അപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടിയതായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അസ്യൂംഡ് മീൻ മെത്തേഡിൽ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. മിഡ് പോയിന്റ് കാണണം, അതാണ് ഒരു വ്യത്യാസം. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് 10 0 കൊണ്ട് കൂട്ടിയിട്ട് അതിൽ നിന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഓരോന്നും താഴോട്ട് ഓരോന്നും അങ്ങനെ എടുക്കുക. അതിലൊരെണ്ണത്തിന് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. അതിൽ നിന്ന് ഡീവിയേഷൻ കാണുക. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ, അതാണ് ഡീവിയേഷൻ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിഗ്മ എഫ് ഡി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. ഇത് വീണ്ടും മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് പുതിയ വേറെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.